അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു യൂസുഫ് അഞ്ചാമത്തെ ആയത്തായിട്ട് എൻ്റെ വിവരിക്കുകയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. صدق الله. ഈ ആയത്തിൽ ചൊന്നത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ബാപ്പടൊട്ടുകോ കണ്ട കിനാവ് ചെന്നപ്പോൾ ബാപ്പ മോണ്ടൊട്ടുക്ക് ചൊല്ല്, മോനെ ഈ കിനാവ് നിൻ്റെ സഹോദരന്മാരൊട്ടുക്ക് ചൊല്ലണ്ട, അങ്ങ് നിക്കതിരെ എന്തെങ്കിലും ഉപദ്രാക്കുവാർ. മാത്രമല്ല ശൈത്താനുണ്ടല്ലേ, അത് മനുഷ്യരുടെ ശത്രു. അപ്പോൾ ശൈത്താനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലമൂത്ത ഗലട്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ, കുടുംബത്തങ്ങ് പിണങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ ആ ശൈത്താന്മാർ ഇബ്ലീസല്ല അത് തന്നെയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ അതുണ്ടാക്കുക എന്തെങ്കിലും ഒരു പരിശ്രമം അവനാക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ശൈത്താന് വ്യക്തമായ ശത്രു. അതാ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി, മനുഷ്യക്ക് അദുവ്വും മുബീൻ, വ്യക്തമായ അവന് ശത്രുതയുള്ളവനായിട്ടിരിക്കുക ശൈത്താൻ. അപ്പം നീനത് നിൻ്റെ സഹോദരന്മാരായിട്ട് ആരട്ടുക്കും ചൊല്ലണ്ട. കാരണം ഈ കിനാവുടെ വ്യാഖ്യാന സഹോദരന്മാർക്ക് ഗൊന്താവുകയായിട്ടിരിക്കുന്ന സാധ്യത. സഹോദരന്മാർക്ക് ഇതിരെ ഗൊന്തൈത്തൻ കണ്ടെങ്കിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഉയർന്നു പണ്ടത് അത് ചിലപ്പോൾ സഹോദരന്മാർക്ക് പിടിക്കൊണ്ടില്ല. ബാപ്പക്ക് അങ്ങനല്ല. ബാപ്പ മക്കളൊട്ടുകു ബാപ്പടേക്കാളും വലിയ സ്ഥാനത്തേക്ക് എത്തണുണ്ടായിട്ടിട്ട് ബാപ്പമാർക്ക് മക്കളൊട്ടുകുള്ള ആശ. സഹോദരന്മാർക്ക് അങ്ങനെ ഉണ്ടാവാനുണ്ടില്ല. വലിയ സ്ഥാനത്തേക്ക് എത്രയും ചൊല്ലുമ്പോൾ അത് അങ്ങ് സഹിക്കൊന്നുണ്ടെന്നും ഇല്ല, അങ്ങ് അത് ഉൾക്കൊള്ളുക ആവണുണ്ടെന്നും ഇല്ല. അതുകൊണ്ടിട്ട് മോണ്ടൊട്ടുക ചൊല്ലേ, നീ നിൻ്റെ സഹോദരന്മാരൊട്ടുക ഈ വിഷയമൊന്നും ചൊല്ലുക പോവണ്ട. പോയാൻ കണ്ടെങ്കിൽ അങ്ങ് എന്തെങ്കിലും ഒരു ഇടങ്ങേറാക്കുവാർ, ഉപദ്രാക്കുവാർ. മാത്രമല്ല ശൈത്താനാണെങ്കിലോ അവനും ഒരു ശത്രുവല്ലേ. നിങ്ങളിടയിൽ ചിലപ്പോൾ എന്താക്കും, ഇലമൂത്തരയിൽ പിണക്കുണ്ടാവും, ഗലാട്ടുണ്ടാവും, നിൽക്കെന്തെങ്കിലും ഉപദ്രാക്കുവാർ എന്ന് മഹാനായ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ സ്ഥാനത്തേക്ക് എത്തുക എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയായിട്ട് ചൊല്ലെ മോണ്ടിട്ട് നീ സഹോദരന്മാരിട്ട് ഇതിരെ നീന് ചൊല്ലണ്ട. അപ്പോൾ ഇതിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ നിഅമത്തും എല്ലാരൊട്ടുക്കും എല്ലാ സന്ദർഭത്തും എപ്പോഴും ചൊല്ലകുള്ളതല്ല എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചവിടെ ചൊല്ലറ്. എല്ലാ നിഅമത്തും എല്ലാരൊട്ടുക്കും എപ്പോഴും ഞങ്ങൾ ചൊല്ലകു തീരാൻ, അത് ഞങ്ങൾ ആൾമാരെ നോക്കിയിട്ട് ചൊല്ലണം. അങ്ങനെ ഞങ്ങളിട്ടക്ക് പകപ്പുണ്ട് ചതിയാവിടു അങ്ങനത്തെ ആൾമാരൊട്ടുകൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയമത്ത് കെടുത്തുന്ന് കണ്ടെങ്കിൽ ആ നിയമത്തിൽ ചൊല്ലകു തീരാം. കാരണം അങ്ങ് അസൂയ വെക്കിടറ്, ചതി വെക്കിടറ്. അപ്പോൾ അത് പലതും ഞങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാവുക, ഗലാട്ടുണ്ടാവുക, പിണക്കുണ്ടാവുക, ഇതൊക്കെല്ലാം കാരണമാവിടും. മാത്രമല്ല ഈ അസദും ചൊല്ലത് ചതിയും ചൊല്ലത് പിന്നൊരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത് അത് ചതിക്കുകയാവാണ്ട് ഓൻ്റെ മനസ്സിൽ പുകഞ്ഞോണ്ടിക്കടി ഒന്നായിട്ടിക്കടി ഈ അസദും ചൊല്ലത്. അപ്പോൾ ഈ അസദ് ചൊല്ലത് അത് ഈ കണ്ണ് തട്ടിയെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നോക്കിയിട്ട് കണ്ണ് തട്ടിത്തിന് കണ്ടെങ്കിൽ അതൊരു എഫക്റ്റ് അവിടെ ഉണ്ടാവില്ലേ എന്നതുപോലെ അസൂയക്കാർ ഹസദ് വെച്ചെങ്കിലും അതൊരു എഫക്റ്റ് ഉണ്ടാവും. അതായിട്ടിക്കടി ഞങ്ങൾ കുൽ ഔദു ബി റബ്ബിൽ ഫലക്കിൽ ഞങ്ങൾ ചൊല്ല് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയക്കാരൻ അസൂയ വെച്ചൻ കണ്ടെങ്കിൽ അതിരെ ഷർറിൽ നിന്നും നാനിൻ്റൊട്ട് കാവൽ കേൾക്കട്ടെ. ഇപ്പോൾ സൂറത്തുൽ ഫലക്കുണ്ടല്ലേ, അതുപോലെ സൂറത്തുൽ നാസ്, ഇത് രണ്ടിൽ പോണെന്നായത്തുണ്ട്. ഇത് കാവൽ കേൾക്കുന്ന സൂറത്തായിട്ടിരിക്കും. അതുകൊണ്ടായിട്ടിരിക്കും ഇത് സുബൈയിലും അസറിലെല്ലാം ഓതി ഞങ്ങൾ കാവൽ കേൾക്കണം. അതൊരു പ്രൊട്ടക്ഷനായിട്ടിരിക്കണം ഞങ്ങൾക്ക്. എന്തിരയിൽ നിന്ന്? കണ്ണേറ്, അസൂയക്കാരെ ഷർറ്, ശൈത്താന്മാരെ വസ്വാസ്, ബുദ്ധിമുട്ട്, ഇടങ്ങേറ്, കണ്ണേറ്, ഇതിരെ എല്ലാത്തിൽ നിന്നുള്ള കാവലായിട്ടിരിക്കും ഈ രണ്ട് സൂറത്തുൽ അതുപോലെ സൂറത്തുൽ നാസ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ജൂത സിഹിറാക്കിയിട്ടാകുമ്പോൾ അള്ളാഹു തആല ഇറക്കിയ ആയത്തായിട്ടിക്കട, ആ സിഹിറ ബാത്തിലാക്കുക ഇറക്കിയ ആയത്തായിട്ടിക്കട. ഇത് ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്കും
അതുപോലെ സുബൈക്കും അസറിലും 3 വട്ടം ഓതി. അതിലൊട്ടി കുൽഹു അള്ളാഹു അഹദും സേർപ്പാട്ടാണ്. 3 വട്ടം ഓതിയിട്ട് ഞങ്ങൾ ഊതിയൻ കണ്ടെങ്കിൽ ഞങ്ങളെ തെടിക്ക് ഞങ്ങൾ ഊതിയോണ്ടൻ കണ്ടെങ്കിൽ ഇത്തരം ഷറുകൾ ഉണ്ടാവില്ല. അപ്പോൾ അസൂയക്കാരൻ ഹസദ് വെച്ചേൻ കണ്ടെങ്കിൽ ഹസദുള്ളവൻ ഹസദ് വെച്ചേൻ കണ്ടെങ്കിൽ അതിലെ എഫക്റ്റ് ഉണ്ടാവിടും, അതിലെ ബുദ്ധിമുട്ടുണ്ടാവിടും. അത് ഞങ്ങൾ കണ്ണിൽ കാണ്ടില്ല. അതിലേതാ ഇപ്പോൾ ഒരു കണ്ണ് തട്ടവൻ നോക്കിയമ്മേ ചൊല്ലണുണ്ടെന്നുമില്ല, അതിലെ എഫക്റ്റ് അവിടെ ഉണ്ടാവും. എന്നതുപോലെ അസൂയക്കാരൻ ഹസദ് വെച്ചേൻ കണ്ടെങ്കിൽ അതിൽ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, അള്ളാഹുടെ കാവൽ കേൾക്കണം. പിന്നെ അസൂയക്കാരിക്കിടർ കണ്ണീറങ്ങിക്കിടർ ഞങ്ങൾ കൗത്തർക്ക് മാത്രം തെച്ചും കയറുക ഇല്ല. അപ്പോൾ അതൊക്കെ വേണ്ട പ്രൊട്ടക്ഷൻ അങ്ങ് എടുത്തണം. പ്രൊട്ടക്ഷനാണ് എടുക്കട്ടെ, അള്ളാഹുടെ കാവൽ കേൾക്കട്ടെ. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, എല്ലാ നിഅമത്തും എല്ലാരൊട്ടുക്കും ചൊല്ലകുള്ളതല്ല. ഞങ്ങൾ ആൾമാരെ നോക്കിയിട്ട് അത് ഞങ്ങൾക്ക് അള്ളാഹു താല ഒരു നിഅമത്ത് തന്നാൻ കണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഉയർച്ച ഇഷ്ടപ്പെട്ട ആൾമാരൊട്ടുക്ക് ഞങ്ങൾ ചൊല്ല, അല്ലാത്ത ആൾമാരൊട്ട് അത് മറച്ചു വെക്കുക. അതായിട്ട് ഇതിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നൊന്ന് കിനാവും ചൊല്ലത്, നല്ല കിനാവ് എപ്പോഴും അത് അള്ളാഹുടെ വക്കൽ നിന്നൊരു സന്തോഷ വാർത്തയായിട്ട് എന്നും പണ്ഡിതന്മാർ വിവരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ആയത്തൊന്ന് നമുക്ക് ഓതി നോക്കാം. ലാ തഖ്സുസ് എന്നുള്ളത് റുയാക്ക, പിന്നെ അലാ ഇഖ്വതിക, പിന്നെ ഉണ്ടല്ലേ ഇന്ന ശൈത്താന മണിച്ചിട്ട് ഓതണം. ലിൽ ഇൻസാനി അവിടെ നൂനുടെ ഇഖ്ഫാക്കണം, മണിക്കണം. അദുവും മുബീൻ മീമുടെ മണിക്കണം. ഇന്നടെ നൂന് മണിക്കണം, ഇൻസാൻ എന്നതിന് നൂനും മണിക്കണം, മുബീൻ എന്നതിരെ മീമും മണിക്കണം. ഒന്നും കൂടി ഇത് നിങ്ങൾ ഓതി ആദത്താക്കിയുള്ളവർ. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവും മുബീൻ. ഇതിങ്ങനെ ഓതി ആദത്താക്കൂർ. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവും മുബീൻ. അപ്പോൾ ഇത് മണിച്ച് ഓതി ആദത്താക്കിയെങ്കിൽ ഖുർആൻ്റെ വേറെ പക്ക ഇതുപോലത്തെ ആയത്ത് പറയുമ്പോൾ നൂന് അതുപോലെ മീമ് ഇതൊക്കെ മണിക്കട ജാഗിൽ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മണിച്ചിട്ട് തന്നെ ഓതകറും. അപ്പോൾ ഇന്നത്തെ ഈ ആയത്തിൽ നിന്നും ഇതൊന്ന് നിങ്ങൾ ഓതി അതിൽ ആ രീതി ഒന്ന് മനസ്സിലാക്കി അതേപോലെ ഓതുക പഠിക്കറു. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പിന്നെ ഇതിൽ വിശദീകരിച്ച വിശദമായ ക്ലാസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. മദദ് അബി ഹംന എന്ന ആ ചാനലിൽ നോക്കിയാൽ കണ്ടെങ്കിൽ ഈ ആയത്തിൽ കൂടുതൽ വിശദീകരിച്ചതായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.